നാടിനെ ഞെട്ടിച്ച സ്വർണ്ണക്കൊള്ളയാണ് ഇന്നലെ തിരുവനന്തപുരം കാട്ടാക്കടയിൽ നടന്നത്. കൊറ്റംകുഴി സ്വദേശിയായ ഷൈൻകുമാറിന്റെ വീട്ടിൽ നിന്ന് ക്രിസ്മസ് രാവിൽ 60-ലധികം പവൻ സ്വർണമാണ് മോഷണം പോയത്. കുടുംബം ഒന്നാകെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പള്ളിയിൽ പോയ സമയത്തായിരുന്നു ഈ കവർച്ച നടന്നത്. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ ഈ പരിസരത്തെയും കുടുംബത്തെയും പറ്റി നല്ല ധാരണയുള്ള ആരോ മോഷണം നടത്തി എന്നതാണ്. ഇന്ന് പകൽ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും വിശദമായ പരിശോധന സംഭവ സ്ഥലത്ത് നടത്തി. കാട്ടാക്കട കൊറ്റംകുഴി എന്ന പ്രദേശത്തുള്ളത് ഈ വീട്ടിലാണ്, ഷൈൻകുമാർ എന്ന യുവാവിൻ്റെ വീട്ടിലാണ് വലിയ സ്വർണ്ണക്കൊള്ള എന്ന തരത്തിലേക്ക് പറയാൻ പറ്റുന്ന മോഷണം ഉണ്ടായിരിക്കുന്നത്. ഈ കാണുന്ന വീട്ടിൽ നിന്ന് 60 പവനോളം സ്വർണ്ണമാണ് ഇന്നലെ ക്രിസ്മസ് പ്രാർത്ഥനകൾക്കായി കുടുംബം പള്ളിയിൽ പോയ സമയത്ത് മോഷ്ടാക്കൾ പൂർണ്ണമായും കവർന്നത്. ഇന്നലെ 6 മണിക്കും 9 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് ഈ മോഷണം നടന്നിരിക്കുന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കാരണം ഈ സമയത്താണ് ഈ കുടുംബത്തിലുള്ള എല്ലാവരും ആ പള്ളിയിലേക്ക് പ്രാർത്ഥനകൾക്ക് വേണ്ടി പോയത്. അതിനുശേഷം കുടുംബത്തിലുള്ള 2 പേർ മടങ്ങിയെത്തുമ്പോൾ ഈ വീട്ടിൽ എന്തോ അസ്വാഭാവികമായി കണ്ടു. ആ വീട്ടിലെ മുൻവശത്തുള്ള ഈ പ്രധാന വാതിൽ തുറന്ന് ഉള്ളിൽ കയറിയപ്പോൾ ഉള്ളിലുള്ള സാധനങ്ങൾ വാരി വലിച്ചിട്ടിരിക്കുന്നതായി കണ്ടു. അപ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയായിട്ടുള്ള അനുഭ എന്ന യുവതിയാണ് ഇതാദ്യം കാണുന്നത്. തുടർന്ന് അനുഭ കൂടെ ഉണ്ടായിരുന്നവരെ പള്ളിയിൽ നിന്ന്, കുടുംബക്കാരെയും ബന്ധുക്കാരെയും ഭർത്താവിനെയും അടക്കമുള്ളവരെ പള്ളിയിൽ നിന്ന് വിളിച്ചു വരുത്തുകയും വിശദമായി പരിശോധിച്ചപ്പോൾ തൊട്ടപ്പുറത്തായി മറ്റൊരു വാതിൽ സമാന്തരമായി ഉണ്ട്. ആ വാതിൽ തുറന്നു കിടക്കുന്നതും ഇതുവഴി ആരൊക്കെ ഉള്ളിൽ കയറിയിരിക്കുന്നതായും അറിയാൻ സാധിച്ചു. മെയിൻ റോഡിൽ തൊട്ട് സൈഡിലായിട്ട് ഒരു ഡോർ കൂടെ ഞങ്ങൾക്കുണ്ട്. ആ ഡോർ വഴി ലോക്ക് ചെയ്തിരുന്ന ലോക്കിനെ പാക്ക് ചെയ്തിട്ട് അകത്ത് കയറി ആണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഏകദേശം 7 മണിയായപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ പള്ളിയിലോട്ട് വന്നപ്പോൾ ഇവിടെ ഫുൾ ലൈറ്റ് കിടപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 9 മണിയായപ്പോൾ പുള്ളി തിരിച്ച് വീട്ടിലോട്ട് പോയപ്പോഴത്തേന് ഈ ഫ്രണ്ടിലത്തെ സീരിയലിലെ കുറേ ഭാഗങ്ങൾ അണഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ബ്രേക്ക് ചെയ്തെങ്കിലും ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് ലൈറ്റുകളൊന്നും ഓഫായില്ല. പീസ് ഊരി മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ലൈറ്റുകളുണ്ടായിരുന്നു. അലമാരയിലുണ്ടായിരുന്ന 60 പവനോളം സ്വർണം മോഷണം പോയി എന്നതാണ് ഈ കുടുംബം പറയുന്നത്. ഈ വീട്ടിലെ ഷൈൻകുമാറിൻ്റെ ഭാര്യ അനുഭയുടെ സഹോദരിയായിട്ടുള്ള അനഘയുടെ കുടുംബം തൊട്ട് പിൻവശത്ത്, ഈ വീടിൻ്റെ തൊട്ട് പിൻവശത്ത് മറ്റൊരു വീട് വെച്ച് താമസിക്കുകയാണ്. അനഘയും ഭർത്താവും, അനഘയുടെ ഭർത്താവ് ആർമിയിലാണ്, ബീഹാറിലാണ് ജോലി ചെയ്യുന്നത്. ഭർത്താവിനൊപ്പം അനഘ ബീഹാറിലേക്ക് പോയ സമയത്ത് അനഘയുടെ സ്വർണം കൂടി ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അത്തരത്തിൽ അനഘയുടെ സ്വർണം, അനുഭയുടെയും ഷൈൻകുമാറിൻ്റെയും മക്കളുടെ സ്വർണം എന്നിങ്ങനെ 60 പവനോളം സ്വർണം, ഏകദേശം 75 ലക്ഷം രൂപയോളം വരുന്ന വസ്തുക്കളാണ് ഇവിടെ നിന്ന് നഷ്ടമായത്. ഈ വീടിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആരോ ആണ് എന്നതാണ് ഇപ്പോൾ പോലീസിൻ്റെ പ്രാഥമികമായ വിലയിരുത്തൽ. കാരണം ഇവർ പള്ളിയിൽ പോയ സമയവും കണക്ക് കൂട്ടി ഉള്ളിൽ കയറുന്നു. കൂടാതെ ഈ വീട്ടിൽ അനഘയുടെ അടക്കം സ്വർണ്ണമുണ്ട് എന്നും വലിയ തരത്തിലേക്കുള്ള ഒരു മോഷണത്തിന് സാധ്യതയുണ്ട് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു കവർച്ച എന്ന് വേണം ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ അനുമാനിക്കാൻ ബാക്കിയുള്ള കാര്യം. എന്താണെങ്കിലും ഈ കുടുംബം ഇപ്പോൾ കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് പരിശോധനയും അടക്കം നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാധ്യതകൾ തുമ്പുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരിക. ആ പ്രദേശത്ത് CCTV ദൃശ്യങ്ങൾ എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ക്യാമറകളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വഴിമുട്ടിയിരിക്കുകയാണ്. എന്താണെങ്കിലും വലിയ മോഷണം, വലിയ ഒരു കവർച്ച തന്നെയാണ് ക്രിസ്മസ് രാവിൽ തിരുവനന്തപുരം കാട്ടാക്കട കൊറ്റംകുഴിയിൽ ഉണ്ടായിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ഷീലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.